വയനാട് ഒരു ദുരന്തം വന്നപ്പോൾ ഒരു ആമസോണും ഇല്ല, ഫ്ലിപ്കാർട്ടും ഇല്ല, അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളോ ആരും തന്നെ മുമ്പോട്ട് വരുന്നില്ല. സാധാരണക്കാരായ വ്യാപാരികൾ, ഡ്രസ്സ് കടക്കാർ, ചെരുപ്പ് കടക്കാർ, അങ്ങനെ ഒരുപാട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരുപാട് ആളുകൾ വയനാട്ടിലെ ആളുകളെ സഹായിക്കുന്നുണ്ട്. എവിടെ പോയി നമ്മുടെ ഓൺലൈൻ ഷോപ്പുകൾ, ആമസോണോടെ, ഫ്ലിപ്കാർട്ടോടെ? അതാ പറയുന്നത്, ഇവരെടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ മാത്രമാണോ നമ്മളെ കരുവാക്കുന്നത്? അതേ ചോദിക്കുന്നത്. നമ്മളെ ഹെൽപ്പ് മൈൻഡ് അവർക്കില്ലേ? അതാ പറയുന്നത്. എന്തപ്പം നമ്മൾ പറയാം, അവർ യാതൊരു അഡ്രസ്സും ഇല്ല, ആമസോണില്ല, ഫ്ലിപ്കാർട്ടില്ല, ഓൺലൈൻ ഷോപ്പുകളില്ല, ആരും മുമ്പോട്ട് വരുന്നില്ല. അവർക്കൊന്നും ഇതിലൊരു താല്പര്യമില്ല. അതാ പറയുന്നത്. അവരടുത്ത് സാധനം മേടിക്കുക, കുറേ ദിവസം നമ്മളെ കാത്തിരിപ്പിക്കുക, എന്നിട്ട് സാധനം കൊടുന്നേരുക, എന്നിട്ട് നമുക്ക് സാധനം വേണ്ടെങ്കിൽ റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു മനുഷ്യ സഹജമായ ഒരു ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്തുള്ള സംഭവം ഒന്നും ഒരിടത്തുനിന്ന് ഇപ്പം വരുന്നില്ല. അതൊക്കെ നമ്മൾ ഇവിടുത്തെ വ്യാപാരികളാണ് ചെയ്യുന്നത്. ഒരുപാട് സാധാരണക്കാരായ വ്യാപാരികളാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ അവരൊക്കെ ബഹിഷ്കരിക്കാൻ നോക്കി. അതാണ് നല്ലത്. കാരണം ഒരു മനുഷ്യത്വമില്ലാത്ത, ഒരു മനുഷ്യ സഹജമായ കാര്യങ്ങൾ ചെയ്യാത്ത അവരൊക്കെ എന്തിനാണ് നമ്മൾ പൂജിക്കണത്? അതാ പറയുന്നത്. സാധനം എടുക്കുന്നവർ എടുത്തോളി, അതാ പറയുന്നത്. അപ്പം നമ്മൾ അവരൊന്നും പോരാ, വെരി ബോർ.